ദൈവതിരുനാമത്തിൻ്റെ മഹത്വം. ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. ഒരുവനെ ഉയർത്തുവാൻ ദൈവം തീരുമാനിച്ചാൽ ആർക്കും അതിനെ തകർക്കുവാനോ തടയുവാനോ കഴിയുകയില്ല എന്നുള്ളത് ജോസഫിൻ്റെ ജീവിതത്തിലൂടെ നമ്മൾ പഠിക്കുകയാകുന്നല്ലോ. എന്നാൽ ദൈവത്തിൻ്റെ നാമത്തെ അറിയേണ്ടതുപോലെ അറിയണമെന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. ജോസഫ് തൻ്റെ ചെറുപ്രായത്തിൽ തന്നെ കർത്താവിനെ അറിയുകയും ഇഷ്ടത്തെ അറിയുകയും ദൈവത്തിൻ്റെ വിശുദ്ധിയെ മനസ്സിലാക്കുകയും ചെയ്ത ജോസഫ് അനുസരണമുള്ളവനും താഴ്മയുള്ളവനും ദൈവകൃപയിൽ ആശ്രയിക്കുന്നവനുമായിരുന്നു. അതേ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി വളരെ ആത്മാർത്ഥതയോടെ തൻ്റെ സഹോദരങ്ങളെ സ്നേഹിക്കുകയും അവരോട് വെറുപ്പും വിദ്വേഷവുമില്ലാതെ അവർ തന്നെ ദ്രോഹിക്കുമ്പോഴും തന്നെ കുറ്റപ്പെടുത്തുമ്പോഴും കളിയാക്കുമ്പോഴും തൻ്റെ സഹോദരങ്ങളോട് വെറുപ്പും വിദ്വേഷവുമില്ലാതെ തങ്ങൾക്ക് വേണ്ടി ഓടുന്നതായ ഒരു ജോസഫിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അതേ പ്രിയമുള്ളവരെ, ദൈവത്തെ അറിയുന്നവൻ്റെ സ്വഭാവത്തിന് തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തുമെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ നാമത്തെ അറിയുന്നത് ദൈവത്തിൻ്റെ സ്വഭാവത്തെ അറിയുന്നതിന് തുല്യമാണ്. ജോസഫ് അത് മനസ്സിലാക്കി. ജോസഫിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വന്നു. നമ്മൾ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ 37 മുതലുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ അതവിടെ കാണുന്നു. ജോസഫിനെ സ്വപ്നക്കാരൻ എന്നൊക്കെ വിളിച്ച് തൻ്റെ സഹോദരങ്ങൾ കളിയാക്കിയിട്ടും തൻ്റെ പിതാവ് ഈ ജോസഫിനെ തൻ്റെ സഹോദരങ്ങളുടെ ക്ഷേമം അന്വേഷിക്കുവാനായിട്ട് വിടുമ്പോൾ വിദ്വേഷങ്ങളൊന്നുമില്ലാതെ അവരെ കാണാഞ്ഞിട്ട് അന്വേഷിച്ച് കണ്ടെത്തുകയും അവരുടെ സുഖവിവരങ്ങളെ അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരു ജോസഫിനെയാണ് കാണുന്നത്. അതേ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ നാമത്തെ അറിയുന്നവൻ, ദൈവത്തിൻ്റെ സ്വഭാവത്തെ അറിയുന്നവൻ അവൻ്റെ സ്വഭാവത്തിന് തന്നെ ജീവിതത്തിൽ തന്നെ ഒരു വലിയ മാറ്റത്തെ വരുത്തുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ജോസഫ് തൻ്റെ ജീവിതത്തിൽ ഉയർച്ച പ്രാപിച്ചത്. അതിലപ്പുറമായി നമ്മൾ കാണുന്നു തൻ്റെ ചെറുപ്രായത്തിൽ തന്നെ തനിക്ക് ലഭിച്ചതായ ആ ദൈവീകമായ ദർശനം, ദൈവം കൊടുത്തതായ സ്വപ്നം, നിന്നെ ഉയർത്തുമെന്നുള്ളതായ ആ സ്വപ്നത്തെ തൻ്റെ ചെറുപ്രായത്തിൽ തന്നെ പ്രാപിപ്പാനായിട്ട് സാധിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ മാതാപിതാക്കളായ നമ്മൾ നമ്മുടെ വളർന്നു വരുന്ന തലമുറകളോട് പഠിപ്പിക്കേണ്ടതും പറഞ്ഞു കൊടുക്കേണ്ടതുമായ ഒരു യാഥാർത്ഥ്യമുണ്ട്. അവരുടെ ജീവിതത്തിൽ അവരെ സ്വപ്നം കാണുവാനായിട്ട്, ആത്മീയ ദർശനങ്ങളെ കാണുവാനായിട്ട് ഒരുക്കേണ്ട ഒരു ചുമതല മാതാപിതാക്കൾക്കുണ്ട്. ലോകപ്രകാരം പല സ്വപ്നങ്ങളും അവർ കാണും. അത് പലതും അവരെ നാശത്തിലേക്ക് തള്ളിവിടുന്നതും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ ദൈവീക ദർശനം പ്രാപിക്കുമ്പോൾ ഈ ലോകത്തിലും നിത്യതയിലുമൊക്കെ അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് നിൽക്കുവാനായിട്ട് തലമുറകൾക്ക് സാധിക്കും. ശമൂവേൽ ബാലൻ്റെ ചരിത്രവും നമ്മൾ പഠിക്കുകയുണ്ടായി. ഏലി പുരോഹിതൻ്റെ മക്കൾ ദർശനമില്ലാത്തവരായി അല്ലെങ്കിൽ വഷളന്മാരായി മ്ലേച്ഛന്മാരായി തീർന്നതിൻ്റെ കാരണം നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു. ദൈവത്തിൻ്റെ കോപം അവരുടെ മേൽ വരുന്നതായിട്ട് കാണുന്നു. എന്നാൽ ശമൂവേൽ എന്ന ബാലൻ തൻ്റെ മാതാവിൻ്റെ സമർപ്പണത്തിൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട്, തൻ്റെ പിതാവിൻ്റെ മാതൃകയുടെ ഫലമായിട്ട് ദൈവത്തോട് ചേർന്ന് ദൈവത്തിൻ്റെ നാമത്തെ അറിയേണ്ടതുപോലെ അറിഞ്ഞ് മുന്നേറി അതിൻ്റെ ഫലമായി മ്ലേച്ഛത നിറഞ്ഞതായ യൗവനക്കാരുടെ മധ്യേ വളർന്നപ്പോഴും അതൊന്നും അവനെ ബാധിച്ചില്ല. ഇന്ന് പലപ്പോഴും നമ്മൾ കുറ്റപ്പെടുത്തുന്നത് നമ്മുടെ സമൂഹത്തെയാണ്. പല മാതാപിതാക്കളും പറയാറായിട്ടുണ്ട്, അവർ ആ സാഹചര്യമാണ് അവനെ നാശത്തിലേക്ക് നയിച്ചത്, അവനെ തകർത്തത് അവൻ്റെ കൂട്ടുകെട്ടുകളാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലപ്പോഴും ചുറ്റുപാടിനെയും സാഹചര്യങ്ങളെയും ഒക്കെ കുറ്റപ്പെടുത്തുന്നതായ സമയത്ത് നമ്മളൊന്ന് തിരിഞ്ഞ് ചിന്തിക്കണം. അവന് ആത്മീയ ദർശനത്തെ നൽകുവാനായിട്ട് അവന് വേണ്ടി ഞാൻ എന്ത് ത്യാഗം സഹിച്ചു, അതിനുവേണ്ടി ഞാൻ എത്രത്തോളം സമയം മാറ്റിവെച്ചു. നമ്മൾ ആവർത്തന പുസ്തകം 6-ാം അധ്യായവും 11-ാം അധ്യായവും ഒക്കെ പഠിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, ദൈവിക വചനത്തിൻ്റെ ആഴത്തെ മനസ്സിലാക്കി ദൈവവചനം പഠിച്ചു വളരുമ്പോൾ അങ്ങനെയുള്ളതായ സമർപ്പിക്കപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ദർശനങ്ങൾ ലഭിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, അവരിയ്ക്കുമ്പോഴും അവരെഴുന്നേൽക്കുമ്പോഴും അവർ കിടക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും ഒക്കെ ഈ നമ്മൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ച ദൈവത്തിൻ്റെ വചനം അവരുമായിട്ട് പങ്കുവെച്ചവരെ പഠിപ്പിക്കണമെന്ന് ആവർത്തന പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന് നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാം. ഇന്ന് നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി ഞാൻ ഇത്രത്തോളം ആത്മീയമായ ആ ഒരു അനുഭവത്തിൽ അവർ വളരുവാൻ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ സ്വയം ശോധന ചെയ്യേണ്ട ഒരു അനുഭവമാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ തലമുറകൾ ഏതു മേഖലകളിലും ഉയർത്തപ്പെടണമെങ്കിൽ
ഈ ദൈവത്തെ അറിയേണ്ടതുപോലെ അറിഞ്ഞ് ആ വഴികളിലൂടെ ജീവിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെതായ ഒരു പദ്ധതിയാകുന്നു. ജോസഫ് അപ്രകാരം ജീവിച്ചു. ജോസഫിന് പ്രതികൂലങ്ങളും പ്രലോഭനങ്ങളും തൻ്റെ ജീവിതത്തിലേക്ക് വന്നു. 17-ാമത്തെ വയസ്സിൽ ദർശനവുമായി പുറപ്പെട്ടതായ ജോസഫ് അതിൻ്റെ മുൻപോട്ടുള്ള ജീവിതയാത്രയിൽ അനേക തരത്തിലുള്ളതായ പ്രലോഭനങ്ങളുണ്ടായി, അല്ലെങ്കിൽ പ്രതികൂലങ്ങളുണ്ടായിരുന്നു. അതൊക്കെ തകർക്കുവാനായിട്ട് സാധ്യതകളുണ്ടായിരുന്നു. എന്നാൽ അവിടെയൊന്നും തളർന്നു പോയില്ല ജോസഫ് എന്നുള്ളതാണ്. ആ പൊട്ടക്കുഴിയിൽ വീഴുമ്പോഴും അവിടെയും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, പൊത്തിഫറിൻ്റെ ഭവനത്തിൽ എത്തുമ്പോഴും അവിടെ പ്രലോഭനങ്ങളിൽ വീഴുമ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. അവിടെയാണ് ജോസഫ് തൻ്റെ ജീവിതത്തെ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിച്ചത്. ഒരു പക്ഷെങ്കിൽ പ്രലോഭനങ്ങളിൽ വീണുപോയ താൽക്കാലികമായ സുഖങ്ങളും ഉയർച്ചയും പ്രാപിപ്പാനായിട്ട് സാധിക്കുമായിരുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, അതിൻ്റെ 39-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെയൊക്കെ നമ്മൾ കാണുന്നത് അവിടെയെല്ലാം പ്രലോഭനങ്ങളെ തൻ്റെ ജീവിത വിശുദ്ധിയോടെ അതിജീവിച്ചു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. നമ്മുടെ തലമുറകളോടും നമ്മൾ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കേണ്ടതും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതും അവരിന്നായിരിക്കുന്ന ചുറ്റുപാട് ഒത്തിരി പ്രലോഭനങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, ഏത് സമയത്തും എവിടെയും വീണു പോകാവുന്നതായ മേഖലകളിലാണ് അവർ സഞ്ചരിക്കുന്നത്. അവിടെയൊക്കെ ദൈവീക സാന്നിധ്യമുണ്ടാകണം, ദൈവീക ദർശനമുണ്ടാകണം, വിശുദ്ധ ജീവിതത്തെപ്പറ്റിയുള്ള ഉത്തമ ബോധ്യം നമ്മുടെ തലമുറകൾക്കുണ്ടാകണം. അതിനവരെ സഹായിക്കുന്നത് പ്രാർത്ഥന മാത്രമല്ല, അതോടൊപ്പം അവർക്ക് നമ്മൾ നൽകുന്നതായ ദൈവവചന പഠിപ്പീരുക, ദൈവത്തിൻ്റെ വചനത്തെ ആഴമായി പഠിപ്പിച്ചു കൊടുക്കുവാനും അതിലവരെ വളരുവാനും ഇടയാകണം. പ്രിയമുള്ളവരെ, അതിനുശേഷം നമ്മൾ താഴോട്ട് വായിക്കുന്നു, ആ ജോസഫിനെ ദൈവം ഉയർത്തുന്നതായ ആ ഉയർച്ചയാണ് എല്ലാ മേഖലകളിലും ദൈവം. അതിൻ്റെ 41-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 41-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു, ഇതാ മിസ്രയീം ദേശത്തിനൊക്കെയും ഞാൻ നിന്നെ മേലധികാരി ആക്കിയിരിക്കുന്നു എന്നും ഫറവോൻ യോസഫിനോട് പറഞ്ഞു. അതേ പ്രിയമുള്ളവർ, എവിടെ നിന്നാണ് ജോസഫിൻ്റെ ഉയർച്ചയുണ്ടായത്? അവൻ എൻ്റെ നാമത്തെ അറിയുക, ഞാൻ അവനെ ഉയർത്തും. എത്രത്തോളമുള്ള ഒരു ഉയർച്ച! പ്രതികൂലങ്ങളുണ്ടായിരുന്നു, പ്രലോഭനങ്ങളുണ്ടായിരുന്നു, പ്രതിസന്ധികളുണ്ടായിരുന്നു. എന്നാൽ തനിക്ക് ലഭിച്ച ദർശനവും തന്നിലുള്ള ദൈവികമായ കാഴ്ചപ്പാടുകളും ആ വിശുദ്ധ ജീവിതവും അവനെ ഒരു വലിയ ഉന്നതിയിലേക്ക്, മിസ്രയീമിൻ്റെയൊക്കെയും അധിപതിയാക്കി വെച്ചു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. നമുക്കും നമ്മുടെ തലമുറകൾക്ക് വേണ്ടി അപ്രകാരം പ്രാർത്ഥിക്കാം. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ, ഉയർത്തട്ടെ. തുടർന്ന് നമുക്ക് നാളെ ബാക്കി പഠിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. അതെ, ഞങ്ങളുടെ നല്ല കർത്താവേ, സ്വർഗീയ പിതാവേ, ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ നാമത്തെ അറിയേണ്ടതുപോലെ അറിഞ്ഞ് അങ്ങയുടെ വഴികളിലൂടെ നടന്ന് പ്രതിസന്ധികളെയും പ്രലോഭനങ്ങളെയും പ്രതിബന്ധങ്ങളെയും ഒക്കെ തരണം ചെയ്യുവാൻ ആവശ്യമായ സ്വർഗീയ കൃപ പകർന്നാട്ട് ജോസഫിനെ പോലെ പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ, പ്രലോഭനങ്ങളിൽ വീണു പോകാതെ, ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിൻ്റെ വിശുദ്ധി അറിഞ്ഞ് ജീവിതത്തിൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിച്ച് കർത്താവിന് വേണ്ടി നിലനിൽപ്പാനായിട്ട് ഇടയാക്കണമേ. അതിലൂടെ അവർ ഉയർച്ച പ്രാപിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ. കൃപ എല്ലാവരിലും വ്യാപരിക്കണം, അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.